നമ്മളിൽ പലരുടെയും ആഗ്രഹം എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ ഒന്ന് എത്തിപ്പറ്റുക എന്നതായിരിക്കും. എന്നാൽ വെറും ഒരു രക്ഷയാണോ ക്രിസ്തീയ ജീവിതം? അതോ മറിച്ച് ദൈവത്തോടുള്ള ബന്ധമാണോ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം? മർക്കോസ് 1:35 പറയുന്നത് പോലെ രാവിലെ തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തോട് സംസാരിക്കുക. അത് ആ ദിവസത്തെ നേരിടാനുള്ള ആത്മീയ ശക്തി നമുക്ക് നൽകും. യെശയ്യാവ് 50:4 നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. രാവിലെ ഉണർത്തുന്ന ദൈവശബ്ദമാണ് നമ്മൾ ആദ്യം കേൾക്കേണ്ടത് എന്ന്. ഇനി മുതൽ രാവിലെ ഉണരുമ്പോൾ നമ്മൾ ലോകത്തിലേക്ക് നോക്കുന്നതിന് മുമ്പ് ദൈവവചനത്തിനായി സമയം മാറ്റിവെച്ചാലോ? പുതിയൊരു ദിവസം നേരിടാൻ യേശുവപ്പച്ചൻ്റെ പുതിയ ആലോചനകൾ നമുക്ക് ആവശ്യമുണ്ട്. സാത്താന്റെ പ്രലോഭനങ്ങളെ യേശുവപ്പച്ചൻ നേരിട്ടത് വചനം കൃത്യമായി പറഞ്ഞുകൊണ്ടാണ്. വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ ഏത് പരീക്ഷയെയും നമുക്ക് ജയിക്കാം. നമ്മുടെ മക്കൾ ദൈവവചനം പഠിക്കാതിരുന്നാൽ നാളെ ലോകത്തിന്റെ വഴികളിൽ അവർ വഴിതെറ്റിപ്പോയേക്കാം. നമുക്കൊരു ശീലം തുടങ്ങിയാലോ? ദിവസവും മക്കളോട് ചോദിക്കാം, ഇന്ന് യേശുവപ്പച്ചനിൽ നിന്ന് എന്തെങ്കിലും കേട്ടോ എന്ന്. അതുപോലെ ഭാര്യയും ഭർത്താവും പരസ്പരം ചോദിക്കുക, ഇന്ന് യേശുവപ്പച്ചനിൽ നിന്ന് എന്തെങ്കിലും കേട്ടോ എന്ന്. തുടക്കത്തിലൊക്കെ മടി തോന്നാം, പക്ഷെ ഇത്തരം ശീലങ്ങൾ യേശുവപ്പച്ചനോടുള്ള ബന്ധം കൂട്ടാനും യേശുവപ്പച്ചനോട് കൂടുതൽ സംസാരിക്കാനുള്ള ആഗ്രഹവും പ്രോത്സാഹനവുമാവും. കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ വരും. പിന്നെ ബൈബിൾ പതിവായി വായിച്ച് ശീലിച്ചാൽ ആവശ്യമുള്ളപ്പോൾ മറ്റുള്ളവരോട് ദൈവവചനം പകർന്നു നൽകാൻ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു തയ്യാറെടുപ്പിൻ്റെയും ആവശ്യമില്ല. അത് സ്വാഭാവികമായി ഒഴുകി വരും.